ഇന്നാണ് ആദിയും ജാനിയും കൂടി തിരികെ അലോഷ്യസിലേക്ക് പോകുന്നത്. ഇന്നലെ കുറെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി തിരിച്ചെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. അതും കഴിഞ്ഞ് അവളെ കൊണ്ട് ബാക്കി നോട്ട്സും കൂടി എഴുതിച്ചിട്ടാണ് ആദി ഉറങ്ങാൻ സമ്മതിച്ചത്. ജാനി ഒരുവിധം റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ആദി ഫ്രഷായി റൂമിലേക്ക് വന്നു. ജാൻവി, ആ ഷർട്ടിങ് എടുത്തേ. അവളുടെ മുന്നിലെ ചെയറിലിട്ടിരിക്കുന്ന ഷർട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആദി പറഞ്ഞു. അവൾ വേഗം ഷർട്ട് എടുത്ത് അവന് കൊടുത്തു. റെഡിയായി കഴിഞ്ഞോ? ആദ്യ ഷർട്ട് ടക്കിൻ ചെയ്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. കഴിഞ്ഞു സർ, ദത്തേട്ട. അവൾ കണ്ണാടിയിൽ നോക്കി നെറ്റിയിലേക്കൊരു പൊട്ടുകൂടി തൊട്ടുകൊണ്ട് പറഞ്ഞു. ആദ്യ അലമാരയ്ക്ക് മുന്നിൽ നിന്ന് ജാനിയുടെ പുറകിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി. അവന്റെ സാമീപ്യം അവളൊന്ന് പിടഞ്ഞുപോയി. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ആദ്യ മുടി സെറ്റാക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് കണ്ണാടിയിലൂടെ തന്നെ ജാനിയെ നോക്കി. യു ആർ റിയലി ഷോർട്ട്. അവൻ നെഞ്ചൊപ്പം എത്തി നിൽക്കുന്ന ജാനിയെ നോക്കി. അവളും നേരെ നോക്കി. ശരിയാണ്, സാറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ആകെ ഇത്തിരിയേ ഉള്ളൂ. അവളുടെ മുഖമൊന്ന് കൂർത്തു. നിനക്ക് എത്ര പൊക്കമുണ്ട്? 5 അടി. I'm 6'2". അവൾ ചോദിക്കുന്നതിന് മുന്നേ ആദി പറഞ്ഞു. ആ മുഖത്തൊളിഞ്ഞിരിക്കുന്ന കള്ളച്ചിരി അവൾ കണ്ടു. എന്തിനാ ചിരിക്കുന്നേ? ഞാൻ ചിരിച്ചില്ലല്ലോ. എന്നോട് കള്ളം പറയേണ്ട, ഞാൻ കണ്ടതാ. അവൾ ഉണ്ടക്കണ്ണും മിഴിച്ചുകൊണ്ട് അവനോട് തർക്കിച്ചു. ആദ്യം അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവളെ വട്ടം കറക്കി അവനു നേരെ തിരിച്ചു. അവളുടെ നോട്ടം അവന്റെ നെഞ്ചിനും താഴെയാണ് പതിച്ചത്. ജാനി മെല്ലെ തല ഉയർത്തി നോക്കി. അത്രയും അടുത്ത് നിൽക്കുന്നത് കാരണം അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കുന്നത് പോലെ തോന്നി അവൾക്ക്. കാരണം അത്രയും കഴുത്ത് വളയ്ക്കേണ്ടി വന്നു. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഹൈറ്റ് ഡിഫറൻസ് എനിക്ക് ഇഷ്ടമല്ലെന്ന്? ആദ്യം അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് കുനിഞ്ഞു വന്നുകൊണ്ട് ചോദിച്ചു. അവന്റെ മുഖം അത്രയും അടുത്ത് കണ്ടതും അവളിലൂടെയൊരു വിറയൽ കടന്നുപോയി. അവന്റെ നോട്ടത്തെ നേരിടാനാവാതെ അവൾ കണ്ണുകൾ പല വഴിക്ക് പായിച്ചു. അവൾ തോളനക്കി കാണിച്ചു. പിന്നെന്താ പ്രശ്നം? ഒന്നുമില്ല. അന്നാ ബാഗ് എടുത്തോണ്ട് വാ, പോകാൻ സമയമായി. ആദി അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് പറഞ്ഞു. അവളും അവന്റെ ഒപ്പം പുറത്തേക്കിറങ്ങി. അവർ താഴെ എത്തിയപ്പോഴേക്കും മീനു അവർക്ക് ഉച്ചക്കത്തേക്ക് വേണ്ട ഫുഡൊക്കെ എടുത്തു വെച്ചിരുന്നു. അമ്മേ, ഇറങ്ങുവാണേ. ജാനി മീനുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനു മറുപടിയായി നെറ്റിയിലൊരു മുത്തമാണ് കിട്ടിയത്. ജാനിയുടെ മനസ്സൊന്ന് കുളിർന്നു. പോകാം. ആദി കാറിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവളോട് ചോദിച്ചു. അവൻ കാർ സ്റ്റാർട്ടാക്കിയതും അവൾ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അവൻ അവളുടെ കയ്യിലിരുന്ന ബാഗ് വാങ്ങി പുറകിലെ സീറ്റിലേക്ക് വെച്ചു. ആദി വണ്ടിയെടുത്തതും അവൾ പുറത്തേക്ക് കൈയിട്ടുകൊണ്ട് മീനുവിന് ടാറ്റ കൊടുത്തു. കൈ അകത്തേക്കിട് ജാൻവി. അവൾ വേഗം കൈ ഉള്ളിലേക്ക് വലിച്ചു. സീറ്റ് ബെൽറ്റ് ഇട്ടോ? ഇടുക. ജാനി തിടുക്കപ്പെട്ട് ബെൽറ്റിട്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഇനി മുതൽ കാറിലേക്ക് കയറി ഇരിക്കുമ്പോഴേ സീറ്റ് ബെൽറ്റ് ഇട്ടേക്കണം. രാവിലെ തന്നെ ക്ലാസ് തുടങ്ങിയോ? അവൾ ഇരുന്ന് പിറുപിറുത്തു. വാട്ട്? എന്താ? ജാൻവി എന്തെങ്കിലും പറഞ്ഞോ? അവളൊന്ന് ഞെട്ടി. ഇല്ല. അവനൊന്ന് അമർത്തി മൂളി. ഞാനിന്ന് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യം അറിയാമോ? അവൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവളെ ഒന്ന് പാളി നോക്കി. അവൾ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. ഞാനൊന്നും പഠിച്ചിട്ടില്ല. ജാനിയുടെ മുഖം ദയനീയമായി. എന്നാൽ ഇപ്പൊ പഠിച്ചു. എന്താ? കേട്ടത് ശരി തന്നെയാണോ എന്നറിയാൻ അവൾ ഒന്നുകൂടി ചോദിച്ചു. ആദി പുറകിലേക്ക് കൈയെത്തിച്ച് ബാഗ് എടുത്ത് അവളുടെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. അവിടെ എത്താൻ ഇനിയും 10-20 മിനിറ്റ് ഉണ്ട്. അപ്പോഴത്തേക്കും പഠിച്ചു തീരാവുന്നതേ ഉള്ളൂ. അവളുടെ മുഖം പരിഭവത്താൽ വീർത്തു. അവനൊന്ന് പുരികമുയർത്തി കാണിച്ചതും അവൾ വേഗം ബാഗ് തുറന്ന് ബുക്കെടുത്ത് വെച്ച് അതിലേക്ക് നോക്കിയിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും മോന്തയും വീർപ്പിച്ചുകൊണ്ടാണ് ഇരിപ്പ്. ജാൻവി. അവൾ ബുക്കിൽ നിന്നും തലയുയർത്തി നോക്കി. ഇനിയെങ്ങാനും പഠിച്ചത് മതിയെന്ന് പറയാനാണോ? ഞാൻ മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും. അവൻ പറഞ്ഞത് മനസ്സിലാവാതെ അവൾ മുഖം ചൊളിച്ചു. എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ക്ലാസ്സിൽ എൻ്റെ ഭാര്യയാണെന്നുള്ള ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും ജാനിക്ക് ലഭിക്കില്ല എന്ന്. ഓ പുല്ല്, ഞാൻ വിചാരിച്ചു ബുക്ക് മടക്കി വെക്കാൻ പറയാൻ വിളിച്ചതായിരിക്കുമെന്ന്. എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചാൽ ഞാൻ മുൻപത്തെ പോലെ തന്നെ ഇനിയും വഴക്ക് പറയും. സോ നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിലിരുന്ന് സ്വപ്നം കാണാതെ പോർഷൻസ് എടുത്തു തരുന്നത് ശ്രദ്ധിക്കണം. പറഞ്ഞത് കേട്ടോ? അവളുടെ മുഖം വാടി. എൻ്റെ ക്ലാസ്സിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ക്ലാസ്സിലും ശ്രദ്ധിക്കണം. ഞാൻ നിന്റെ ടീച്ചേഴ്സിനോട് ചോദിക്കും. ഉഴപ്പുവാണെന്ന് വല്ലതും അറിഞ്ഞാൽ പേരവടി വെട്ടി ഞാൻ അടിക്കും. കേട്ടല്ലോ?
അവന്റെ പറച്ചിലിൽ ജാനിയുടെ കണ്ണുകൾ ഇപ്പോൾ വെളിയിൽ ചാടുമെന്നായി. കേട്ടു. അവൾക്കൊരു കുഞ്ഞി പേടി തോന്നാതിരുന്നില്ല. ഇനി പറഞ്ഞതുപോലെ വടിയെടുത്തടിച്ചാലോ? ബാക്കി കൂടി ഇരുന്ന് പഠിക്ക്. ജാനി എന്തോ ചിന്തിച്ചിരിക്കുന്നത് കണ്ടതും അവൻ പറഞ്ഞു. അവളത് വേഗം അനുസരിച്ചു. വേറൊന്നുമല്ല, പേടിച്ചിട്ടാണ്. കുറച്ചു നേരം കഴിഞ്ഞതും അവരുടെ കാർ അലോഷ്യസിന്റെ ഗേറ്റും കടന്ന് അകത്തേക്ക് കയറി. ആദി കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറ്റിയിട്ടിട്ട് ജാനിയെ നോക്കി. അവൾ അവനോടുള്ള ദേഷ്യം തീർക്കുന്നത് പോലെ ഇപ്പോഴും ബുക്കിൽ തല കുമ്പിട്ടിരിക്കുകയാണ്. ജാൻവി. ആദി ബാക്ക് സീറ്റിലിട്ടിരുന്ന അവളുടെ ബാഗ് എടുക്കുന്നതിനിടയിൽ ജാനിയെ വിളിച്ചു. അവൾ വീർപ്പിച്ച മുഖത്താലെ അവനെ നോക്കി. ക്ലാസ് കഴിയുമ്പോൾ സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ വന്ന് നിന്നാൽ മതി. അവൾ ബാഗിലേക്ക് ബുക്ക് എടുത്തു വെച്ചുകൊണ്ട് മൂളി. എന്താണ് മൂളലിനൊരു ശക്തി കുറവ്? അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ആദി ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. അവൻ സീറ്റ് ബെൽറ്റ് അഴിച്ച് അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. നോക്ക്, ഒരു കല്യാണം കഴിച്ചതുകൊണ്ട് നിന്റെ സ്റ്റഡീസിൽ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. പറഞ്ഞത് കേട്ടോ? എന്നാൽ ഇങ്ങനെ കവിളും വീർപ്പിച്ചിരിക്കാണ്ട് ഇറങ്ങ്. അതും പറഞ്ഞ് ആദ്യ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവളും ഒരു നെടുവീർപ്പോടെ അവന് പുറകെ ഇറങ്ങി. രണ്ടുപേരും കോളേജ് ഗ്രൗണ്ടിലൂടെ നടന്നു നീങ്ങിയതും അവിടെ എവിടെയായി തങ്ങി നിന്ന സ്റ്റുഡൻസിന്റെ കണ്ണുകൾ അവർക്ക് നേരെയായി. അവൻ ഹയർ സെക്കൻഡറി ബാച്ചിന് മാത്രമേ ക്ലാസ് എടുക്കുന്നുള്ളൂ എങ്കിലും ബാക്കിയുള്ള ഡിഗ്രി PG സ്റ്റുഡൻസിന്റെയും ആരാധനാപാത്രമാണ്. കാരണം അത്രയ്ക്കും ലുക്കുള്ള സാറന്മാരൊന്നും അലോഷ്യസിൽ വേറെയില്ല. ആദി സാറിന്റെ കല്യാണം ഒരു സ്റ്റുഡന്റുമായി കഴിഞ്ഞു എന്നത് കോളേജിൽ മൊത്തം പാട്ടായിരുന്നു. പക്ഷേ അതാരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ജാനി വെറുതെ ഒന്ന് തലയുയർത്തി നോക്കിയതും എല്ലാവരും അവരെ തന്നെ നോക്കി എന്തൊക്കെയോ പറയുന്നതാണ് കണ്ടത്. കൂടുതൽ ആൾക്കാരുടെയും മുഖത്ത് ഒരുതരം അസൂയയും കുശുമ്പുമൊക്കെയാണ്. അത്രയും നേരമില്ലാതിരുന്ന പരിഭ്രമം അവളിൽ വന്നു മൂടി. ജാനിയുടെ കൈകൾ യൂണിഫോം കോട്ടിൽ പിടിച്ച് തിരിക്കാൻ തുടങ്ങി. ഹേയ്, എന്തുപറ്റി? ഇതെന്താ ആകെ വിയർത്തിരിക്കുന്നേ? അവളുടെ പരിഭ്രമം നിറഞ്ഞ മുഖം കണ്ടതും അവൻ നടത്തത്തിന്റെ സ്പീഡ് കുറച്ചു. എല്ലാവരും നമ്മളെ തന്നെ നോക്കി നിൽക്കുക. അവൾ ഉള്ളിൽ നിറഞ്ഞ ആദി അവനുമായി പങ്കുവച്ചു. ജാൻവി, ജസ്റ്റ് റിലാക്സ്, ഓക്കെ? അവർ നോക്കുന്നതിനെന്തിനാ ജാൻവി പേടിക്കുന്നത്? അവൻ സൗമ്യമായി അവളോട് ചോദിച്ചു. അവളുടെ ഈ പേടിച്ചരണ്ടുള്ള നിൽപ്പും അവനും എന്തോ പോലെ തോന്നി. എന്നാൽ ആദി ചോദിച്ചതിന് അവൾ മറുപടിയൊന്നും നൽകിയില്ല. അവളെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് വരണോ വേണ്ടയോ എന്ന രീതിയിൽ നിൽക്കുന്ന വിച്ചുവിനെയും അമ്മുവിനെയും കാണുന്നത്. ആദി അവരെ കൈകാട്ടി വിളിച്ചു. രണ്ടും നല്ല അനുസരണയോടെ ആദി നിൽക്കുന്നിടത്തേക്ക് വന്നു. അടുത്തെത്തിയപ്പോഴാണ് അവരിരുവരും ജാനിയുടെ മുഖം ശ്രദ്ധിക്കുന്നത്. നീ എന്താ ജാനി ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴീനെ പോലെ നിൽക്കുന്നേ? അമ്മു അവളുടെ തോളിൽ ചുരണ്ടിക്കൊണ്ട് ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്നാൽ ആദി അത് വ്യക്തമായി തന്നെ കേട്ടു. നിങ്ങളെ ജാൻവിയെയും കൊണ്ട് ക്ലാസ്സിലേക്ക് പോയിക്കോ. എല്ലാവരും അവളെ തന്നെ നോക്കുന്നതിന്റെ ഡിസ്കംഫേർട്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല. രണ്ടും കോറസ് പോലെ മൂളി. ജാനി അവനെയൊന്ന് നോക്കി. അവളുടെ മുഖത്ത് ഇപ്പോഴും വല്ലായ്മ നിറഞ്ഞു നിൽക്കുകയാണ്. അത് കണ്ടതും ആദി അവളുടെ തോളിലൂടെ കൈയിട്ട് അവരിൽ നിന്നും കുറച്ച് മാറി നിന്നു. അവരുടെ ഒപ്പം ചെല്ല്. ഫസ്റ്റ് അവേഴ്സ് എൻ്റെ ക്ലാസ് അല്ലേ, ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് വരാം. ആരെങ്കിലും മാരേജിനെ പറ്റി ചോദിച്ചാലുള്ള കാര്യം അങ്ങ് തുറന്നു പറയും, അറേഞ്ച്ഡ് ആണെന്ന്. ഓക്കെ? അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജാനിക്ക് അപ്പോഴാണ് ഇത്തിരി ആശ്വാസമായത്. അവൾ അവനെ നോക്കി തലയാട്ടി. ആദി അവളെ ഒന്ന് ചിരിച്ചു കാണിച്ചു. എന്നാ പൊയ്ക്കോ. ജാനി അവരുടെ ഒപ്പം പോയതും അവൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. സ്റ്റാഫ് റൂമിലേക്ക് ചെന്ന ആദിയെ എല്ലാ ടീച്ചേഴ്സും കൂടി വളഞ്ഞു എന്ന് വേണം പറയാൻ. ഒടുവിൽ ഉച്ചയ്ക്കത്തെ ഫുഡിന്റെ ചിലവ് ആദിയുടെ തലയിലാക്കിയപ്പോഴാണ് അവർക്ക് സമാധാനമായത്. ജാനൂട്ടി, എങ്ങനെയുണ്ടായിരുന്നടി ഫസ്റ്റ് നൈറ്റ്? അന്ന് വീട്ടിൽ വന്നപ്പോൾ സാർ കൂടെ ഉണ്ടായിരുന്ന കാരണം ചോദിക്കാൻ പറ്റിയില്ല. ക്ലാസ്സിലേക്ക് നടക്കുന്ന വഴി അമ്മു അവളോട് കുറുമ്പോട് ചോദിച്ചു. ജാനി അവളെ നോക്കി കണ്ണുരുട്ടി. നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലേ അമ്മു? ഇതല്ലാണ്ട് നിന്നോടിപ്പോ ആണവ കരാറിനെ കുറിച്ച് ചോദിക്കാൻ പറ്റില്ലല്ലോ. അമ്മു അവളെ നോക്കി ഇളിച്ചു. നീ അത് വിട്. സാറെങ്ങനെയാ വീട്ടിൽ പാവമാണോ അതോ ഇവിടുത്തെ പോലെ ഏറും പിടിച്ചോണ്ടാണോ നടക്കുന്നേ? വിച്ചു അവളോട് സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതോടെ അവളുടെ മുഖം ദയനീയമായി. അതൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. അതെന്നാടി, സാറ് കലിപ്പാണോ? അല്ലടാ, ദത്തേട്ടൻ പാവമൊക്കെ തന്നെയാ. പക്ഷേ എനിക്ക് അവിടെ നിൽക്കുമ്പോൾ എന്നെ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത പോലെയാ തോന്നുന്നേ. ജാനി ചുണ്ടു പിളർത്തിക്കൊണ്ട് പറഞ്ഞു.